തിരുവനന്തപുരത്ത് തുടങ്ങി. രജപുത്ര രഞ്ജിത്ത് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഷീല, ലക്ഷ്മി റായ് എന്നിവരാണ് നായികമാർ. അഭിനയിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ? സാർ 6 വർഷം ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സ്റ്റെപ്പെല്ലാം മറന്നുപോയി. എന്ന് വെച്ച് സാറിന്റെ പടത്തിൽ സാർ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കേട്ടതെല്ലാം ശരിയാണ്, എന്നാൽ തെറ്റുമാണ്. എന്റെ കഥാപാത്രത്തെയോ കഥാസന്ദർഭമോ ഉൾക്കൊള്ളാനാവാതെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ചോക്ലേറ്റിന് ശേഷം ഷാഫി, സജ്ജി സേതു ടീം ഒരുമിക്കുന്ന ചിത്രമാണ് മേക്കപ്പ് മാൻ. ആകസ്മികമായി സിനിമയിൽ എത്തിപ്പെട്ടവരുടെ ജീവിതമാണ് ചിത്രത്തിന്റെ പ്രമേയം. ചിത്രത്തിൽ ജയറാമാണ് മേക്കപ്പ് മാനായി എത്തുന്നത്. ചട്ടമ്പിതാണിന് ശേഷം ഷാഫി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രവും നർമ്മത്തിന്റെ മേമ്പൊടിയോടെയാണ് ഒരുങ്ങുന്നത്. സംവിധായകൻ ഷാഫി കാരണം സിനിമയിൽ എത്തിപ്പെടുന്ന ആളുകളിൽ സിനിമയുടെ ഏത് രംഗത്തുള്ള ഇപ്പൊ അഭിനേതാക്കളാണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും ഏത് രംഗത്തിലുള്ള ആളുകളാണെങ്കിലും ഏതാണ്ട് 90% ആളുകളും ഇത് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് വരുന്നൊരു മേഖലയാണ് സിനിമയുടെ മായിക ലോകത്തേക്ക് അങ്ങനെ വരുന്നത്. അത് അല്ലാതെ വരുന്ന കുറച്ച് ആളുകളുണ്ട്, ഒരു ചെറിയൊരു ശതമാനം. അങ്ങനെ സിനിമയിൽ വന്ന് വലിയ ഉയരങ്ങളിൽ എത്തിപ്പെട്ട കുറച്ച് ആളുകൾ, അവരുടെ അത്തരം ആളുകളെയാണ് ഞാൻ ഈ സിനിമയിലൂടെ 1-2 പേരെ ഞാൻ ഈ സിനിമയിലൂടെ കാണിക്കാൻ അവതരിപ്പിക്കുന്നത്. മമ്മൂട്ടി ചിത്രമായ മായാ ബസാറിലൂടെ മലയാളത്തിലെത്തി താന്തോന്നിയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായ ഷീലയ്ക്കും ചിത്രത്തെക്കുറിച്ച് പ്രതീക്ഷകൾ ഏറെയാണ്. I play a heroine role, like which I haven't done in any of my films. So it's completely different. I mean, it's fully funny. I play a heroine role. The things going on in shooting spot, the hero, director, everything is different. തിരുവനന്തപുരത്തെ കൂടാതെ എറണാകുളം, സിംഗപ്പൂർ എന്നിവയാണ് ചിത്രത്തിന്റെ ലൊക്കേഷനുകൾ. കൈതപ്രം വിദ്യാസാഗർ ടീമിന്റേതാണ് ഗാനങ്ങൾ. രജപുത്ര ഫിലിംസിന്റെ ബാനറിലാണ് മേക്കപ്പ് മാൻ ഒരുങ്ങുന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാവ് രഞ്ജിത്ത്. ടോട്ടൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ MBA വരെ പാസ്സായ ഒരാള് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സിനിമയിൽ മേക്കപ്പ് മാനാകുകയും അവിടെ ഉണ്ടാകുന്ന രസകരമായ അനുഭവങ്ങളാണ് ഈ സിനിമയുടെ ഒരു പ്രമേയം. അതിൽ പ്രണയമുണ്ട്, അതിൽ ഹ്യൂമറുണ്ട്, അതിലൊരുപാട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ സിനിമയിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ എന്നിവർ അതിഥി താരങ്ങളായെത്തുന്ന ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂട്, കൽപ്പന, ജനാർദ്ദനൻ, സിദ്ദിഖ് ഇങ്ങനെ ഒരു വൻ താരനിര തന്നെ അണിനിരക്കുന്നു. ഞാൻ കാണിക്കുന്നത് ഓവർ ആക്ടിംഗ് ആണെന്നാണ് ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം. സിനിമയിൽ 50 വർഷം